നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. അവിശ്വസിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. LDF അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സ്കറിയയെ പുറത്താക്കി. ബഹിഷ്കരിക്കുവാനും കാരണങ്ങളുണ്ട്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി LDFന് അനുകൂലമായി ഗൂഢാലോചന നടത്തിയതിനാലാണെന്ന് UDF. അംഗീകാരമില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വരും. കുട്ടനാട്ടിലെ അനധികൃത മസാജ് സെന്ററുകൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ. നടപടി KCV വാർത്തകളെ തുടർന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കി. LDF അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തെ തുടർന്നാണ് കഴിഞ്ഞ 9 മാസമായി പ്രസിഡന്റായിരുന്ന ലിസമ്മ സ്കറിയ പുറത്തായത്. CPI അംഗമായിരുന്ന ലിസമ്മ സ്കറിയ ജനാധിപത്യ വിരുദ്ധവും നീതിപൂർവമല്ലാത്തതുമായ പ്രവർത്തനം നടത്തിയതിനാലാണ് ഇവരെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK വേണുഗോപാൽ പറഞ്ഞു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ സ്കറിയക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം LDFിലെ 7 അംഗങ്ങൾ ഒപ്പിട്ട് ഇന്നിവിടെ പാസ്സായിരിക്കുന്നു. ഇങ്ങനെ അവിശ്വാസ പ്രമേയം നൽകാൻ LDFിനെ പ്രേരിപ്പിച്ചത് മുന്നണി മര്യാദകൾ പാലിക്കുവാൻ ശ്രീമതി ലിസമ്മ സ്കറിയ തയ്യാറാകാത്തതിന്റെ ഭാഗമായിട്ടാണ്. ലിസമ്മ സ്കറിയ 14 മത്സരിച്ച CPIയിൽ നിന്ന് അവരെ പുറത്താക്കുകയും അതിന്റെ ഭാഗമായിട്ട് UDFിനൊപ്പം നിന്ന് ഈ ബ്ലോക്കിലെ മറ്റ് സഹമെമ്പർമാർക്ക് പരിഗണിക്കാതെയും പക്ഷപാതപരവും ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് LDFിലെ ഞങ്ങൾ 7 അംഗങ്ങൾ ഒപ്പിട്ട VK വേണുഗോപാൽ, PC മോനിച്ചൻ, രാജിനി വിനു, കുഞ്ഞുഞ്ഞമ്മ സിവിച്ചൻ, ബിന്ദു സന്തോഷ്, സരിത സന്തോഷ്, ശോഭന ഉദയകുമാർ, അങ്ങനെ ഞങ്ങൾ 7 അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയമാണ് ഇന്നിവിടെ പാസ്സായിരിക്കുന്നത്. LDF അംഗങ്ങളായ രാജിനി ബിനു, ശോഭന ഉദയകുമാർ, സരിത സന്തോഷ്, ബിന്ദു സന്തോഷ്, കുഞ്ഞുഞ്ഞമ്മ സിബിച്ചൻ, PC മോനിച്ചൻ, VK വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിലെ 7 അംഗങ്ങളും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഐസക് രാജു പ്രസിഡന്റ് ലിസമ്മ സ്കറിയയെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു. മുൻധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാതിരിക്കുകയും LDFിന്റെ ഭാഗമായി നിന്നുകൊണ്ട് UDFനെ അനുകൂലിച്ച് അഴിമതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു ലിസമ്മ സ്കറിയ എന്നാണ് LDF അംഗങ്ങൾ ആരോപിക്കുന്നത്. അതേസമയം ലിസമ്മ സ്കറിയയ്ക്കെതിരെ ആദ്യം അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് UDF ആയിരുന്നു. ഇരു വിഭാഗങ്ങളുടെയും അവിശ്വാസ പ്രമേയങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ചർച്ചയ്ക്കെടുത്തപ്പോൾ UDFിലെ ഒറ്റ അംഗം പോലും എത്തിയിരുന്നില്ല. ഇത് UDFന്റെ ഇരട്ടത്താപ്പ് നയമാണെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC മോനിച്ചന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സ്കറിയയ്ക്കെതിരെ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ UDFനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഐസക് രാജു ഗൂഢാലോചന നടത്തിയെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ഗോപകുമാർ. ആദ്യം നോട്ടീസ് നൽകിയ UDFന്റെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ LDFന്റെ മുഖം രക്ഷിക്കുവാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയതെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ആണ് ആദ്യമായി പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം നൽകിയത്. പിന്നീട് 3 ദിവസം കഴിഞ്ഞാണ് ഇടതുപക്ഷ മുന്നണി അവിശ്വാസ പ്രമേയം നൽകിയത്. സ്വാഭാവികമായും ഞങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലാണ് ചർച്ച നടക്കേണ്ടിയിരുന്നത്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് 2 പ്രമേയങ്ങൾ കൂടി ഒരുമിച്ച് ചർച്ചയ്ക്കെടുത്തത്. അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും ഒരു അവിശ്വാസ പ്രമേയം ലഭിച്ചാൽ ഉടൻ തന്നെ അന്ന് തന്നെയോ അതിന്റെ പിറ്റേ ദിവസമോ ഒക്കെ നോട്ടീസ് നടത്തുകയാണ് പതിവ്. അങ്ങനെയാണ് കീഴ്വഴക്കം. പക്ഷെ അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞിട്ടെന്നതുപോലെ 3 ദിവസം കഴിഞ്ഞ് ഇടതുപക്ഷം കൊണ്ടുവരാനിരിക്കുന്ന അവിശ്വാസ പ്രമേയം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അതിനുശേഷമാണ് 2 കൂടി ചേർത്ത് നോട്ടീസ് നടത്തിയത്. ഇത് കടുത്ത വിവേചനമാണ്. ഇത് ആരുടെ സ്വാധീനം മൂലമാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിന്റെ പേരിൽ ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് ബഹിഷ്കരിച്ചത്. കോടതിയിൽ ഈ നടപടിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. നിയമ പോരാട്ടത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ്.
LDFന്റെ അവിശ്വാസം വരുന്നത് മുൻകൂട്ടി അറിഞ്ഞ് ബോധപൂർവം നടപടികൾ വൈകിപ്പിച്ചതിനാലാണ് അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ഒഴിഞ്ഞതെന്നും CV രാജീവ്, പ്രമോദ് ചന്ദ്രൻ, P പത്മകുമാർ, മിനി ജേക്കബ് എന്നിവർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലും പ്രത്യേകിച്ച് കുട്ടനാട് പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന അനധികൃത മസാജ് സെന്ററുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ വ്യക്തമാക്കി. അനധികൃത മസാജ് സെന്ററുകൾ വ്യാപകമായി കുട്ടനാട് പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നതായി KCV ന്യൂസ് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഇല്ലീഗലായിട്ടുള്ള ഈ മസാജ് സെന്റേഴ്സിനെ പറ്റി ഇപ്പോൾ റിപ്പോർട്ട് അതിനുവേണ്ടിയുള്ള നടപടിയെടുക്കും. തീർച്ചയായിട്ടും അതിനിങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ളതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നടപടിയെടുക്കുന്നതായിരിക്കും ജില്ലാ ഭരണകൂടം. ചങ്ങനാശ്ശേരി നഗരസഭാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. CPMലെ കൃഷ്ണകുമാരി രാജശേഖരൻ ചെയർപേഴ്സണായും സ്വതന്ത്ര അംഗം സതീഷ് ശൈകര വൈസ് ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. 37 അംഗങ്ങളുള്ള നഗരസഭയിൽ ഇപ്പോൾ 35 അംഗങ്ങളാണ് ഉള്ളത്. കോൺഗ്രസിലെ സുരേഷിനെ കോടതി അയോഗ്യനാക്കുകയും സ്വതന്ത്ര അംഗവും ചെയർപേഴ്സണുമായിരുന്ന സ്മിത ജയകുമാർ ചെയർപേഴ്സൺ സ്ഥാനവും കൌൺസിലർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് 35 അംഗങ്ങളായത്. UDFന് 20-ൽ നിന്ന് 18ആയി. ഇതോടെ LDF അവിശ്വാസം കൊണ്ടുവന്നു. UDFലെ സ്വതന്ത്രാംഗമായ സതീഷ് ഐക്കരയും റാണി വിനോദും അവിശ്വാസത്തിൽ ഒപ്പിട്ടതോടെ LDFന് 19ഉം UDFന് 16ഉം സീറ്റുകൾ ലഭിച്ചു. ഇതോടെ ചങ്ങനാശ്ശേരി നഗരസഭ LDFന്റെ കൈകളിൽ എത്തുമെന്ന് ഉറപ്പായി. ന്യൂസ് ഡെസ്ക്, ചങ്ങനാശ്ശേരി. ബാറുകൾ പൂട്ടുകയും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ കുറയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ പോലീസും എക്സൈസും ശക്തമായ തിരച്ചിൽ നടത്തുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ. ആലപ്പുഴ കളക്ടറേറ്റിൽ ഉന്നത പോലീസ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പം ആലപ്പുഴ ജില്ലയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. പിന്നെ ഇല്ലിസിറ്റ് ലിക്വറിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ കഞ്ചാവ്, വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പം അത് എഫക്റ്റീവായിട്ട് നമ്മളിപ്പോൾ സാധാരണ ഏതെങ്കിലും ആ സമയത്ത് മാത്രമേ ഉള്ളൂ എക്സ്റ്റൻസീവായിട്ട് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുള്ളൂ. പ്രത്യേകിച്ച് കഴിഞ്ഞ ഓണത്തിന് നല്ല എഫക്റ്റീവായിട്ട് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു റിലാക്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത് പാടില്ല. എല്ലാം ഒരു കൺസേർട്ടഡ് എഫേർട്ട് വേണം എല്ലാ ലെവലിലും. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ റവന്യൂ, അങ്ങനെയുള്ള ഒരു സിസ്റ്റം എന്തായാലും നമ്മൾ എഫക്റ്റീവായിട്ട് കൊണ്ടുവരുവാണ്. കുട്ടനാട് അത് കഴിഞ്ഞ റിവ്യൂ മീറ്റിംഗിലൊക്കെ ഞാൻ പറയുന്നതാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകാരുടെയൊക്കെ ഇങ്ങനെ കുട്ടനാട് ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞത് ഇങ്ങനെ അവിടെ വലിയതായിട്ട് അത്രയും മറ്റുള്ള സ്ഥലത്തുള്ള അത്രയും അലാമിംഗ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ തീരുമാനം കുട്ടനാട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ്. പ്രത്യേകിച്ച് കുട്ടനാടുള്ള ഈ ഉൾപ്രദേശങ്ങളിൽ ട്രഡീഷണലായിട്ട് പലയിടത്തും നമുക്കറിയാവുന്നതാണ്. അവിടെയൊക്കെ ഇനിയിപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ഇത് വരുമ്പം തീർച്ചയായിട്ടും ആ സ്ഥലങ്ങളിൽ ഇത് റിവൈവ് ചെയ്യും എന്നുള്ള സംശയമില്ല. അത് പ്രത്യേകം നമ്മൾ ഇപ്രാവശ്യത്തെ ഇന്നത്തെ മീറ്റിംഗിൽ അത് പറഞ്ഞിട്ടുണ്ട്. എക്സൈസുകാരുടെ അടുത്ത് അത് നോക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. മദ്യം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ കഞ്ചാവ്, മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിലേക്ക് എത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ പോലീസും എക്സൈസും സംയുക്തമായി തെരച്ചിൽ നടത്തും. ആലപ്പുഴയിൽ പിടിക്കപ്പെടുന്ന കുറ്റവാളികളിൽ ഏറ്റവുമധികം 17നും 22നും ഇടയിലുള്ളവരാണെന്നും പത്മകുമാർ പറഞ്ഞു. പുളിങ്കുന്ന് വിത്തുവെട്ടിക്കൽ വീട്ടിൽ ജോമോന്റെ നേതൃത്വത്തിൽ 11ാം വാർഡിൽ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പാക്കി. പ്രാദേശിക ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം തങ്കമ്മ വിത്തുവെട്ടിക്കൽ നിർവഹിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് പുളിങ്കുന്ന് 11ാം വാർഡ്. ഇവിടുത്തെ 40ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ പ്രാഥമിക ഉദ്ഘാടനമാണ് നടന്നത്. ജോമോൻ വിത്തുവെട്ടിക്കലിന്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കിലേക്ക് ആറ്റിൽ നിന്നും വെള്ളം എത്തിച്ച് പൈപ്പ് വഴി വിവിധ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. പഞ്ചായത്തുമായി ആലോചിച്ച് പദ്ധതി വിപുലപ്പെടുത്തുമെന്ന് ജോമോൻ പറഞ്ഞു. വാർത്തകൾ ഇടവേളയിലേക്ക്. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി.
സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷനിൽ നടന്ന ധർണ CPIM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷനും അതിനോടനുബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 3ാം ഘട്ട സമരത്തിലേക്ക് പെൻഷൻകാർ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിലെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി, ഇന്നത്തെ ഈ ദുസ്ഥിതി മറികടക്കുന്നതിന് വേണ്ടി കാര്യമായി ഒന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരുവിധം നടന്നുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും അവതാളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KSRTC അടക്കം KSEB അടക്കമുള്ള. കാരണം പൊതുമേഖലയെ സംരക്ഷിക്കുക, പൊതുമേഖലയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം, പൊതുമേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കും അതുപോലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളുമെല്ലാം സംരക്ഷിക്കണം എന്ന ഒരു മനോഭാവം ഭരണാധികാരികൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ദേവൻ പിള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MM പണിക്കർ, സംസ്ഥാന സെക്രട്ടറി NV തമ്പുരാൻ, K ശശി, K രമണൻ, AP ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, പെൻഷൻ 1-ാം തീയതി തന്നെ വിതരണം ചെയ്യുക, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു ധർണ. ആലപ്പുഴ നഗരസഭ ഭരണസമിതിക്കെതിരെ UDF പ്രക്ഷോഭത്തിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച തുക വകമാറ്റി ചിലവഴിച്ചതിനെതിരെയാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതെന്ന് ആലപ്പുഴ നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ തോമസ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ നഗരസഭയിൽ കഴിഞ്ഞ 9-10 വർഷമായിട്ട് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് എവിടെയെങ്കിലും ഭവന നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന്റെ മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ ചെറിയൊരു കക്കൂസ് പണിയുന്നതിനോ ഇതൊന്നും തന്നെ 5 പൈസ നമ്മുടെ സബ്സിഡി ആയിട്ടോ ഒന്നും തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏതാണ്ട് ആലപ്പുഴ നഗരസഭയിൽ കഴിഞ്ഞ 9.5 വർഷമായിട്ട് 1.5 കോടി രൂപയാണ് ആലപ്പുഴ നഗരസഭ CDSന് കിട്ടേണ്ട പൈസ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ശമ്പളം കൊടുക്കാനും മറ്റുള്ള കാര്യത്തിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറ്റി നമ്മുടെ നഗരസഭയിലുള്ള കുടുംബശ്രീ പ്രവർത്തകർക്ക് യാതൊരു പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകാൻ യാതൊരു നഗരസഭയിലെ കുടുംബശ്രീയിലെ അംഗങ്ങൾ ഇപ്പൊ SKC അതേപോലെ ഇപ്പം മുത്തൂറ്റ് ഇങ്ങനെയുള്ള ചില സാമ്പത്തിക ഇടപാടുകളായിട്ട് ആലപ്പുഴ നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ആലപ്പുഴ നഗരസഭയിലാണ് ഏറ്റവും ആദ്യം കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തനം തുടങ്ങി. 1.5 കോടി രൂപ ചില്ലറ ആലപ്പുഴ നഗരസഭയിൽ 1.5 കോടി രൂപ വകമാറ്റി ചെലവഴിക്കുന്ന പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. കാരണം ആലപ്പുഴ നഗരം ഒന്ന് വകമാറ്റി ചെലവഴിക്കുന്നതിന്റെ മുനിസിപ്പൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ കേരള മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യണം. കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും കുടുംബശ്രീ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും അനുവദിച്ച 1 കോടിയിൽ പരം രൂപയാണ് നഗരസഭാ ഭരണാധികാരികൾ ധൂർത്തടിച്ചത്. സ്ത്രീകളുടെ ക്ഷേമത്തിനായി വാദോരാതെ പ്രസംഗിക്കുകയും കുടുംബശ്രീയെ രക്ഷിക്കാനായി അപഹാസ്യമായ സമരങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭരണപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പൊതുസമൂഹത്തിൽ അറിയിക്കാൻ വേണ്ടിയാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് തോമസ് ജോസഫ് പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി ലീഡർ രാജു താന്നിക്കൽ, ബഷീർ കോയാപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ഡ്രീഗോ രാജു, ഇല്ലിക്കൽ കുഞ്ഞുമൺ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഒക്ടോബർ 10-11 തീയതികളിൽ ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. രണ്ടാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് 10-ാം തീയതി നടക്കുന്ന പൊതുയോഗം കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കളീക്കൽ താജുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എല്ലാവരും ഒരു സമരത്തിലാണ്. ഇപ്പോൾ പുതിയതായിട്ട് നിയമം കൊണ്ടുവന്നിരിക്കുന്നു. 75 മെഗാഹെർട്സിൽ കൂടുതൽ സൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ അതിന് മൈക്ക് സാങ്ഷൻ വേണമെങ്കിൽ ഓപ്പറേറ്റർമാരുടെ വരെ തിരിച്ചറിയൽ കാർഡും മറ്റും രേഖകളും ഹാജരാക്കിയാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ തൊഴിലിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിനിപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് അവിടെ സെക്രട്ടേറിയറ്റ് അവർ പറഞ്ഞു. ഒക്ടോബർ 11 നടക്കുന്ന പൊതുസമ്മേളനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ ഉദ്ഘാടനം ചെയ്യും. മരണാനന്തര സഹായ വിതരണം KC വേണുഗോപാൽ MP നിർവഹിക്കും. ചടങ്ങിൽ MLA-മാരായ G സുധാകരൻ, PC വിഷ്ണുദാസ്, CK സദാശിവൻ, AA ആരിഫ്, R രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുനിൽ കറുകത്തറ, സന്തോഷ് അമ്പലപ്പുഴ, ജാഫർ, രാധാകൃഷ്ണപിള്ള, മുരളി എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി കിളിമല SH ട്രോഫിക്ക് വേണ്ടിയുള്ള 3ാമത് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റും 11ാമത് ഷട്ടിൽ ടൂർണമെന്റും ഒക്ടോബർ 8-9 തീയതികളിൽ നടക്കും. SH കിളിമല ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാസ്കറ്റ്ബോളിൽ 12ഉം ഷട്ടിലിൽ 42ഉം ടീമുകൾ മാറ്റുരയ്ക്കും. ബുധനാഴ്ച രാവിലെ 9:30 നടക്കുന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്ത്യൻ താരം സുഭാഷ് ഷേണായി, റവറന്റ് ഡോക്ടർ ഫിലിപ്പ് വടക്കേക്കളം, സിബി ചാമക്കാല, ഫാദർ തോമസ് പറത്താനം, ഫാദർ ജോർജ് വെള്ളാനിക്കൽ എന്നിവർ സംസാരിക്കും. കൂടാതെ രക്ഷകർത്താക്കളും സ്റ്റാഫും തമ്മിലുള്ള പ്രദർശന മത്സരവും നടക്കും. 9-ാം തീയതി 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് മെമ്പർ AB വർഗീസ് അധ്യക്ഷത വഹിക്കും. മത്സരങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. SH കിളിമല ട്രോഫിക്ക് വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ ഷട്ടിൽ ടൂർണമെന്റുകൾ നാളെ ആരംഭിക്കുകയാണ്. ബാസ്കറ്റ്ബോളിൽ 12 ടീമുകളും ഷട്ടിലിൽ 42 ടീമുകളും മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ നാളെ കൃത്യം 9:30-ക്കാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. നമ്മുടെ ബഹുമാന്യനായ MP ശ്രീ KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം ശ്രീ സുഭാഷ് ഷേണായി, അതുപോലെ ബാസ്കറ്റ്ബോൾ റഫറീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ഫിലിപ്സ് വടക്കേക്കളം, അതുപോലെ ശ്രീ സിബിച്ചൻ ചാമക്കാല ഇവരെല്ലാം നാളത്തെ സാന്നിധ്യങ്ങളാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. പാഠ്യപ്രവർത്തനങ്ങൾ മാത്രമല്ല എങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ തോമസ് പറത്താറ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വെള്ളാനിക്കൽ, മാത്യു T, അലക്സ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കുട്ടനാട് റീജിയണൽ അധ്യാപക സംഗമം നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വത്തിലാണ് ചമ്പക്കുളം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ സംഗമം നടന്നത്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. A teacher affects infinity. അധ്യാപകൻ നിത്യതയെ സ്പർശിക്കുകയാണ്, സ്വാധീനിക്കുകയാണ്. He cannot know where his influence stops. ഇത്രത്തോളം ദീർഘമായിട്ടുള്ള സ്വാധീനമാണ് കുട്ടികൾ ചെലുത്തുന്നത്, തലമുറകളിൽ ചെലുത്തുന്നതെന്നാണ് അധ്യാപകനെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് അത് വളരെയധികം ശരിയായിരുന്നു എന്നാണ് പറയാൻ. നമ്മുടെ ഗുരുകുല സമുദായമെല്ലാം ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതത്തെ നയിക്കുവാനും ഇടയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുരുവും അതുപോലെ തന്നെ മാതാപിതാക്കളും അവരുടെ രണ്ടുകൂടെയും സ്വാധീനമാണ് വാസ്തവത്തിൽ കുട്ടികളുടെ സ്വഭാവത്തിനും അവരുടെ അറിവിനും എല്ലാം രൂപം നൽകിയിരുന്നത്. ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ അധ്യക്ഷനായി. ഫാദർ മാത്യു വാരിവേലിൽ, ജോസഫ് കെ നെല്ലിവേലി, ഹെഡ്മാസ്റ്റർ തോമസ് യോവേലിൽ, പ്രിൻസിപ്പൽ റോസമ്മ തുടങ്ങിയവർ സംസാരിച്ചു. നന്മ നിറഞ്ഞ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സ്ത്രീകൾക്കുള്ള പങ്ക് മറ്റാർക്കുമില്ലെന്ന് ആർച്ച് ബിഷപ്പ് കുറിയാക്കോസ് മാർ സെവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത.
നന്മയുള്ള സമൂഹ സൃഷ്ടിക്കായി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുന്ന തലമുറകളെ വാർത്തെടുക്കണം. ഇതിന് അമ്മമാർക്കും സ്ത്രീകൾക്കും ഉള്ള പങ്ക് മറ്റാർക്കുമില്ലെന്നും ത്യാഗസന്നദ്ധതയിൽ കൂടി വേണം നന്മയുള്ള സമൂഹം സൃഷ്ടിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കുറിച്ചി ക്നാനായ വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വെളിയനാട് ക്നാനായ സെന്ററിൽ നടക്കുന്ന ദ്വിദിന ധ്യാനവും വാർഷിക ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്മ നിറഞ്ഞ സമൂഹ സൃഷ്ടിക്ക് സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. നന്മ നിറഞ്ഞ ആ സമൂഹ സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ ത്യാഗോജ്വലമായ ജീവിതം നയിക്കുന്ന ഒരു തലമുറകളെ വാർത്തെടുക്കണം. അതിന് അമ്മമാര് സ്ത്രീകൾക്കുള്ളതോളം പങ്ക് മറ്റാർക്കുമില്ല. കാരണം ത്യാഗസന്നദ്ധതയിൽ കൂടെ മാത്രമേ നന്മ നിറഞ്ഞ ഒരു സമൂഹം ഉണ്ടാകുകയുള്ളൂ. ഞാൻ ചേർത്ത് പറയട്ടെ, അനീതികളോട് പൊരുത്തപ്പെടാതെ സമൂഹത്തിലെ തിന്മകൾക്കും ജീർണതകൾക്കുമെതിരെ നിരന്തരം പോരാടുന്ന തലമുറകളെ, മക്കളെ വാർത്തെടുക്കാൻ, രൂപപ്പെടുത്താൻ അമ്മമാർക്ക്, സ്ത്രീകൾക്ക് ഉള്ള പങ്ക് ഏറ്റവും വലുതാണ്. കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ രാജൻ എബ്രഹാം കുളമടയിൽ, ജ്ഞാനായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം സാബു തോട്ടുങ്കൽ, സിസ്റ്റർ ഷൈനോ, മോളിക്കുട്ടി എബ്രഹാം, കുഞ്ഞുമോൾ സ്റ്റീവൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ 1812 നമ്പർ തായങ്കരി ശാഖയിലെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ശരത് കുമാറിനെയും വൈസ് പ്രസിഡന്റായി സുജിത് എസിനെയും സെക്രട്ടറിയായി ജി ഗണേഷിനെയും തെരഞ്ഞെടുത്തു. ചരമവാർത്തകൾ. കാവാലം കണിയാപറമ്പ് വീട്ടിൽ മത്തായി വർഗീസ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10-ന് കാവാലം ലിസിയോ ദേവാലയ കുടുംബകല്ലറയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അവിശ്വസിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. LDF അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സ്കറിയയെ പുറത്താക്കി. ബഹിഷ്കരിക്കുവാനും കാരണങ്ങളുണ്ട്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി LDF-ന് അനുകൂലമായി ഗൂഢാലോചന നടത്തിയതിനാലാണെന്ന് UDF. അംഗീകാരമില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വരും. കുട്ടനാട്ടിലെ അനധികൃത മസാജ് സെന്ററുകൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ. നടപടി KCB വാർത്തകളെ തുടർന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.